ഓം ഹരേ കൃഷ്ണായ നമ. ശ്രീ ശ്രീയുടെ വികാസം ശ്രീ എന്ന ബോധപരിണാമ പരമ്പരയുടെ ഭാഗമായി ചെയ്യുന്ന ശ്രീമദ് ഭഗവത്ഗീത സീരീസിലേക്ക് എല്ലാ പേർക്കും സ്നേഹസ്വാഗതം. ഈ സീരീസിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജ്ഞാനേശ്വരി ഭാഷ്യമാണ്. ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വരി ഭാഷ്യം. ജ്ഞാനേശ്വർ മഹാരാജ് മറാഠി ഭാഷ രചിച്ച ഈ ഭാഷ്യം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത് ചന്ദ്രശേഖരൻ പിള്ള സാറാണ്. ജ്ഞാനേശ്വരി ഭാഷ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഏവർക്കും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന വിധം വളരെയധികം മൃദുവായ ഉദാഹരണങ്ങൾ ചേർത്തിട്ടാണ് ജ്ഞാനേശ്വരി ഭാഷ്യം രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷ്യത്തിലൂടെ അഥവാ ഈ ഉദാഹരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വേഗം ഭഗവത് തത്വങ്ങൾ ഉൾക്കൊള്ളുവാൻ കഴിയും. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളെല്ലാം തിരഞ്ഞെടുത്തിരുന്നത് സാഖ്യയോഗത്തിൽ നിന്നാണ്. ഇന്നും സാഖ്യയോഗത്തിലെ ശ്ലോകം തന്നെയാണ്. സാഖ്യയോഗത്തിലെ 27ാമത്തെ ശ്ലോകം. ജാതസ്യ ഹി ധ്രുവോ മൃത്യുർധ്രുവം ജന്മമൃതസ്യ ച തസ്മൈദ പരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. വീണ്ടും ഭഗവാൻ നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിച്ച് പറയുകയാണ്. അർജുന, നിനക്ക് ദുഃഖിക്കുവാൻ അർഹതയില്ല. കാരണം ജനിച്ചവന് മരണവും മരിച്ചവന് ജനനവും സുനിശ്ചിതമായിരിക്കെ പരിഹാരമില്ലാത്ത ഈ കാര്യത്തെക്കുറിച്ചോർത്ത് എന്തിനാണ് അർജുന നീ ദുഃഖിക്കുന്നത്? ജ്ഞാനേശ്വരിയിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ജനിച്ചത് അപ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമായത് വീണ്ടും ദൃശ്യമാകുന്നു. അങ്ങനെ കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. സൂര്യോദയവും അസ്തമയവും നിത്യേന നിർവിഘ്നം നടക്കുന്നതുപോലെ ജനനവും മരണവും ലോകത്ത് അസന്നിഗ്ധമായി നിലവിലിരിക്കുന്ന സംഗതിയാണ്. 3 ലോകങ്ങളും കൽപ്പാന്തത്തിൽ നശിക്കുന്നു. അതുകൊണ്ട് ഉത്ഭവവും സമാപ്തിയും എവിടെയും ഒഴിച്ചുകൂടാവുന്നതല്ല. ഇത് സ്വീകരിക്കുകയാണെങ്കിൽ നീ എന്തിന് സങ്കടപ്പെടുന്നു? ധനുർധര, ഇതെല്ലാം അറിവുള്ള നീ എന്തുകൊണ്ടാണ് അജ്ഞത പ്രകടിപ്പിക്കുന്നത്? ഏത് വീക്ഷണം സ്വീകരിച്ചാലും വിലപിക്കാൻ തക്ക കാരണമൊന്നുമില്ല എന്ന് നിനക്ക് ബോധ്യമാകും. ഏത് വീക്ഷണം സ്വീകരിച്ചാലും വിലപിക്കാൻ തക്ക കാരണമൊന്നുമില്ല എന്ന് നിനക്ക് ബോധ്യമാകും. ഇവിടെ അർജുനൻ ബുദ്ധിമാനാണ്, പണ്ഡിതനാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ ഈ സംഗതികളൊന്നും അർജുനന് അറിയാൻ പാടില്ലാത്തതാവില്ല. നാം അർജുനനെ അറിയപ്പെടുന്നത് വില്ലാളി വീരനായ അർജുനൻ എന്നാണ്. നിരവധി യുദ്ധങ്ങൾ ചെയ്യുകയും എല്ലാ യുദ്ധങ്ങളിലും വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുള്ള അർജുനൻ. ബ്രഹ്മാവിൽ നിന്നും ശിവനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള അർജുനൻ. മുൻപൊന്നും തോന്നിയിട്ടില്ലാത്ത ദുഃഖമാണ് ഇവിടെ അർജുനന്. മുൻപൊന്നും തോന്നിയിട്ടില്ലാത്ത കുറ്റബോധമാണ് ഇവിടെ അർജുനന്. എന്തുകൊണ്ടാവും അത് സംഭവിച്ചത്? മറ്റാരുമായി യുദ്ധം ചെയ്യുമ്പോഴൊന്നും അർജുനൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ അർജുനൻ തളർന്നിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. കാരണം തന്നോടൊപ്പം യുദ്ധം ചെയ്യുവാൻ എതിർദിശയിൽ വന്ന് നിൽക്കുന്നവര് തൻ്റെ ബന്ധുമിത്രാദികളാണ് എന്ന മനസ്സിൻ്റെ തോന്നൽ, മനസ്സിൻ്റെ മമതാബന്ധനം. ഇതാണ് ഇവിടെ അർജുനനെ തളർത്തിയിരിക്കുന്നത്. നാം ജീവിതത്തിൽ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള സന്ദർഭങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അധർമ്മം പ്രവർത്തിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, അസത്യം പറയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ താൻ ആരാണെന്നും തൻ്റെ കർത്തവ്യം എന്താണെന്നും മറന്നു നിൽക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ. ഇത്തരം സന്ദർഭങ്ങളിലാണ് ശരിക്കും ഭഗവാന്റെ ഈ തത്വം നമുക്ക് അനിവാര്യമായി വരുന്നത്. ഇവിടെ ഭഗവാന്റെ പൂർണ്ണ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും നമുക്ക് ദുഃഖിക്കുവാൻ അവകാശമില്ല. അതല്ലെങ്കിൽ തന്നെയും ഭഗവാൻ മേൽ പറഞ്ഞ തത്വങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും യാതൊരു വിധത്തിലും നമുക്ക് ആർക്കും തന്നെ ദുഃഖിക്കുവാൻ അവകാശമില്ല.
എങ്കിലും പലപ്പോഴും നാം ദുഃഖിക്കേണ്ടതായി വരികയും നമ്മുടെ കർത്തവ്യബോധം മറന്നു പോവുകയും ഒക്കെ ചെയ്യുന്നു. തീർച്ചയായും അർജുനന് സംഭവിച്ചതുപോലെ ജീവിതത്തിൽ നമുക്കാർക്കും സംഭവിക്കാതിരിക്കുവാൻ ഈ ഭഗവത് തത്വങ്ങൾ നമ്മെ സഹായിക്കട്ടെ. എപ്പോഴും ധർമ്മബോധത്തിൽ ജീവിക്കുവാനും സത്യസന്ധരായി ജീവിക്കുവാനും സ്വധർമ്മം മനസ്സിലാക്കി തൻ്റെ കർമ്മമണ്ഡലത്തെ സന്തോഷപൂർവ്വം നയിക്കുവാനും നമുക്ക് കഴിയട്ടെ. ഭഗവത് തത്വങ്ങളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. അതാവട്ടെ ഇന്നു മുതൽ നമ്മുടെ ലക്ഷ്യം. ഭഗവാന്റെ അനുഗ്രഹവും സ്നേഹവും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും. ഓം ഹരേ കൃഷ്ണ.